ഇതൊക്കെ അവിടെ വെച്ച് ACP പറഞ്ഞതല്ലേ? പറഞ്ഞതാ. പക്ഷേ നിന്നോട് പ്രത്യേകം പറയണമല്ലോ. നീ മറ്റാരുമല്ലല്ലോ, എന്റെ ഭാര്യയല്ലേ. എത്ര മോശപ്പെട്ട സ്ത്രീയാണെങ്കിലും അവള് എന്റെ കുഞ്ഞിനെ പ്രസവിച്ചവളല്ലേ. അവള് ആത്മഹത്യക്ക് ശ്രമിച്ചപ്പോ അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചത് പഴയതുപോലെ ഒരു നാടകം കളിച്ചതാണെങ്കിലോ? അല്ല, എനിക്ക് ഉറപ്പുണ്ട് അതൊരു ഡ്രാമയല്ലായിരുന്നു. അനാശാസ്യ കേന്ദ്രത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട് വൈശാഖ് പോലീസ് സ്റ്റേഷനിൽ എല്ലാ തരത്തിലും ജീവിതം വഴിമുട്ടി. പിന്നെ സൂയിസൈഡ് അല്ലാതെ അവൾക്ക് മറ്റൊരു വഴിയുമില്ല. അവള് വിഷം കഴിച്ചിട്ട് എന്നെ വിളിച്ചു വരുത്തുകയായിരുന്നു. കഷ്ടിച്ച അവള് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഞാനതിന് സാക്ഷിയാ. അവളോടുള്ള എന്റെ പ്രതികാരം ഉപേക്ഷിക്കണമെന്ന് നീയാ എന്നെ ഉപദേശിച്ചത്. ആ ഉപദേശവും എനിക്കൊരു ബലമായി. അത് ഞാൻ ഒടുവിൽ അവളെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരാമെന്ന് തീരുമാനിച്ചത്. അവളുടെ ഈ അവസ്ഥയില് എനിക്ക് അവളോട് സഹതാപമൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ ഈ ജീവിതത്തില് അവളൊരു തടസ്സമാവുമെന്നാ എനിക്കറിയേണ്ടത്. ഇതും അവളോട് നമ്മൾ ചെയ്യുന്ന മൗനമായൊരു പ്രതികാരമാണ് മീനാക്ഷി. കാര്യം ഞാനും നീയും തമ്മിലുള്ള സന്തോഷകരമായൊരു മാരേജ് ലൈഫ് അവള് നേരിൽ കാണുകയല്ലേ. ഇതിലും അപ്പുറം ശിക്ഷ അവൾക്ക് മറ്റെവിടെന്നാ കിട്ടുക? ഞാൻ ഇപ്പോഴും ലീഗലായി ACPയുടെ ഭാര്യയല്ല. ലീഗലാക്കാനുള്ള നടപടി ഞാൻ ഉടനെ നടത്തും. അവളിപ്പോ കസ്റ്റഡിയിലുണ്ടല്ലോ. കുറച്ച് ദിവസം കഴിയുമ്പോൾ അവള് നോർമലാവും. ഡിവോഴ്സും വാങ്ങി നമുക്ക് അവളെ പറഞ്ഞയക്കാം. ഇത്ര രാവിലെ തന്നെ ഇതെവിടെ പോയി? രാവിലെ തന്നെ മിടുക്കിയായി അമ്മയുടെ സുന്ദരി കുട്ടി. ഇനി എന്നും രാവിലെ നമുക്ക് ഇങ്ങനെ കുളിച്ച് മിടിക്കാവാം. കുളിച്ച് പൗഡറൊക്കെ ഇട്ട് കൺമശി എഴുതി പുത്തൻ ഉടുപ്പൊക്കെ ഇട്ട് സുന്ദരി കുട്ടിയാവണ്ടേ? എന്തുവാ? അത് ശരി. ഞാൻ രാവിലെ എഴുന്നേറ്റ് അവിടെ നോക്കുന്നു രണ്ടുപേരെയും. ഇവിടെ അമ്മ മകളെ കുളിപ്പിക്കുകയല്ലേ. അല്ല, എന്നെ വിളിക്കാത്തെന്താ? ഞാൻ സഹായിക്കില്ലായിരുന്നോ? വേണ്ട, കുഞ്ഞിനെ കുളിപ്പിച്ചു കഴിഞ്ഞു. സഹായം വേണ്ട. എന്റെ സഹായം വേണ്ടേ? കുഞ്ഞിന്റെ കാര്യത്തില്
ആരുടെ ഒരു സഹായവും എനിക്ക് വേണ്ട. അപ്പോ എന്റെ കാര്യത്തിലോ? എന്റെ ഭർത്താവിന്റെ കാര്യത്തില് എന്തെങ്കിലും ഒരു കുറവ് ഞാൻ ഇതുവരെ വരുത്തിയിട്ടുണ്ടോ? ഇതുവരെ ഇല്ല. ഇനിയും ഉണ്ടാവില്ല. ACP ഓഫീസിൽ പോകാൻ സമയമായി വരുന്നു. വേഗം പോയി റെഡിയായിട്ട് വാ. വേഗം പോയി യൂണിഫോം ഇട്ട് വാ ഡൈനിങ് ഹാളിലേക്ക്. നല്ല ചൂട് ദോശയും സാമ്പാറും ചമ്മന്തി റെഡിയാ. ഓ ആ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആ, ഇയാളുടെ ക്ഷീണമൊക്കെ മാറിയോ? കുറവുണ്ട്. നന്നായിട്ട് ഉറങ്ങിയോ? ഉറങ്ങി. ആ, ഉറങ്ങിയാൽ തന്നെ ക്ഷീണം പകുതി കുറയും. താൻ പേടിക്കൊന്നും വേണ്ട. ഇവിടുത്തെ കാര്യങ്ങൾ ഓർത്ത് വിഷമിക്കുകയും വേണ്ട. ഈ എതിർപ്പുകളൊക്കെ ഇവിടെ ഉണ്ടാവും. ഉണ്ടാവണമല്ലോ, ഇല്ലെങ്കിൽ ഇവരാരും മനുഷ്യരല്ലാതാവും. താൻ എന്നോട് ചെയ്തിട്ടുള്ള എല്ലാ തെറ്റുകളും ഞാൻ മറക്കുന്നു. താൻ എൻ്റെ ഒരു നല്ല സുഹൃത്താ. തനിക്ക് വന്നു ചേർന്ന ഈ പ്രശ്നങ്ങളിലൊക്കെ സ്വാഭാവികമായിട്ടും എനിക്കും ദുഃഖമുണ്ട്. ഇതൊരു കള്ളമൊന്നുമല്ല, സത്യ. പഴയതെല്ലാം അങ്ങ് മറന്നേക്ക്. ഈ എതിർപ്പുകളൊക്കെ വകവയ്ക്കാതെ എന്നെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചതിന് നന്ദി. ആ സന്മനസ്സിന്റെ മുമ്പില് ഞാൻ തല കുനിക്കുന്നു. മനുഷ്യത്വം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ മൈഥിലി മനുഷ്യരായിട്ട് ജീവിക്കുന്നത്? ഞാൻ കാർത്തി ഒത്തിരി വേദനിപ്പിച്ചു. പല പ്രാവശ്യം പറഞ്ഞ് ക്ലീശയായ ഒരു ടോപ്പിക്കായത്. നമുക്കതങ്ങ് വിടാം. താനൊരു നല്ല ഫ്രണ്ടായിട്ട് ഇവിടെ ജീവിക്കടോ. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും താൻ നോർമലായി കഴിഞ്ഞ് തനിക്കിവിടെ നിന്ന് പോവാം. ഞാൻ മറ്റൊരു കാര്യം ചോദിച്ച എന്നോട് ദേഷ്യപ്പെടുവോ? എന്താ? എന്റെ കുഞ്ഞിനെ കാണാൻ എന്നൊന്ന് അനുവദിക്കോ? തന്റെ കുഞ്ഞോ? ക്ഷമിക്കണം, അറിയാതെ ചോദിച്ചു പോയതാ. ഇനി മേലാൽ ചോദിക്കില്ല. കുഞ്ഞിനെ ഇവിടെ എല്ലാവരും സ്നേഹിക്കുന്നുണ്ട്, ലാളിക്കുന്നുമുണ്ട്. അതുപോലെ തനിക്ക് കുഞ്ഞിനെ കാണാം, എടുക്കാം. വരൂ, ഞാൻ കുട്ടിയെ കാണിക്കാം. മീനാക്ഷിയോട് പറയുകയും ചെയ്യാം. വാ. അല്ല, ഞാൻ പുറത്തേക്ക്. വരാനല്ലേ പറഞ്ഞത്? വാ. കൺമണി കുഞ്ഞിനു പൊട്ടുകുത്താൻ നല്ല ചന്ദന പൂമണി പന്തലിട്ട് ആടിവാമുകിലേ. അമ്മയുടെ കുഞ്ഞു പൊട്ടിടണ്ടേ? പിഞ്ചിളം പദമായി സുന്ദരിയായി.
മോളെ ഒരുക്കി കഴിഞ്ഞു മീനാക്ഷി? കഴിഞ്ഞു. വൈകമോളെ വല്ലപ്പോഴും ഒന്ന് കാണാനും ഒന്ന് എടുക്കാനും ഒക്കെ മൈഥിലിയും കൂടി അനുവദിക്കണം. മൈഥിലി ഇപ്പോ നമ്മുടെ ഗസ്റ്റ് അല്ലേ? മോളെ അന്നേ ദാ മൈഥിലി. എന്റെ പൊന്നുമോള്. അമ്മയുടെ പൊന്നുമോള്. മോള്. അരുത്. കുഞ്ഞിനെ അങ്ങനൊന്നും ചെയ്യരുത്. സ്നേഹം കൊണ്ട് ലാളിക്കുന്നതല്ലേ മീനാക്ഷി? അത് ഇവരുടെ മനസ്സിനൊരു ആശ്വാസമാവുമെങ്കിൽ ആയിക്കോട്ടെ. അച്ഛനോട് ടാറ്റ പറയട മുത്ത്. പറയേ. അച്ഛാ, അച്ഛതേ ഓഫീസിൽ പോവാ. കൈവീശി ടാറ്റ പറഞ്ഞേ. ടാറ്റാ. ദേ അച്ഛൻ പോവാ. ദേ നോക്കിയ വാവേ. നോക്കിയേ വാവേ, അച്ഛന്റെ കാറ് പോയി. കൊത്തി കൊത്തി ദേ മറത്തി കയറി കൊത്താൻ തുടങ്ങി. ഡി ഓടിച്ചെന്നാ കുഞ്ഞിനെ ഇങ്ങ് പിടിച്ച് മേടിക്കടി. ഇല്ലെങ്കിലേ ആ കുഞ്ഞിനെ കൂടി ഇറണം കെട്ടവള് കൊല്ലും. ഇവളെന്ത് ധിക്കാരമായി കാണിക്കുന്നേ? ഇത് ഞാൻ പ്രതീക്ഷിച്ചതാ. ചെന്ന് മേടിക്കടി. മൈഥിലി, എന്റെ കുഞ്ഞിനെ താ. കുഞ്ഞിനെ തരാൻ. ഓ, ഇതൊരു ഒട്ടകത്തിന് ഇടം കൊടുത്തതുപോലെ ആയല്ലോ. കീടനാശിനി വിഴുങ്ങി വടിയാകാൻ പോയപ്പോ മനസ്സലിവ് തോന്നി എന്റെ മകൻ അഭയം കൊടുത്തു. അഭയം കൊടുത്തപ്പോഴേ അവളിവിടെ പണി തുടങ്ങി. നിന്നോട് ആര് പറഞ്ഞു കുഞ്ഞിനെ എടുക്കാൻ? ചോദിച്ച കേട്ടില്ലടി. നിന്റെ ചെവിയിൽ എന്താ പഞ്ഞി തിരിയിട്ടുണ്ടോ? കാർത്തി പറഞ്ഞിട്ടാ കുഞ്ഞിനെ എടുത്തത്. കാർത്തിയും മൂർത്തിയൊക്കെ അങ്ങനെ പലതും പറയും. പക്ഷേ നീ ആ ആർത്തി ഇവിടെ കാണിക്കണ്ട.
എന്റെ മകനെ അലിവ് ഇത്തിരി കൂടുതലാ. കരുണാമയനായ ഒരു കരുണാകരൻ. ദേ, അവൻ കരുണ കാണിച്ചു വെച്ച് അതൊന്നും ഞങ്ങളുടെ മുമ്പിൽ ചെലവാവത്തില്ല. തല്ലി പല്ലെടുക്കും ഞാൻ. ദേ മേല എന്റെ കുഞ്ഞിനെ നിങ്ങൾ എടുത്തു പോവരുത്. പ്രസവിച്ചതിന്റെ കണക്കും പറഞ്ഞു വന്നാ നീ വിവരം അറിയും. പ്രസവിച്ച ഏത് കണക്ക്? ഓഡിറ്റോറിയത്തിൽ ഒരു മുറിയിൽ ഒരു മൂലയിൽ ഈ കുഞ്ഞിനെ വലിച്ചെറിഞ്ഞു പോയ ഇവൾ അതിനർഹയാണോ? എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി എന്ന് വെച്ച് ഞാൻ അമ്മയല്ലാതാവൂ ദേവമ്മ. നീ അമ്മയല്ല, ഒരു മനുഷ്യ സ്ത്രീ പോലും അല്ല. അമ്മ എന്ന വികാരം എന്താന്ന് നിനക്കറിയോ? അമ്മ എന്താണെന്ന് ദേവമ്മയ്ക്ക് അറിയില്ല. കാരണം ദേവമ്മ ഒരു അമ്മയല്ലല്ലോ. നിങ്ങൾ പ്രസവിച്ചിട്ടില്ലല്ലോ. എന്ത് പറഞ്ഞടി? ഈ തറവാട് തകർത്ത് ഞങ്ങളെയെല്ലാം നാറ്റിച്ചിട്ട് നീ നന്ന് ന്യായം പറയുന്നോടി? ദേ, ഇതിനകത്ത് കിടന്ന് വളഞ്ഞാലേ വെട്ടിക്കടിച്ച് ഞാൻ വാഴച്ചോട്ടിൽ മൂടും. നിന്നെ കൊന്നാലേ ഒരുത്തനും ചോദിക്കാൻ വരില്ല. നീ എന്തോന്നടി എന്റെ അമ്മയോട് പറഞ്ഞത്? നീ എത്ര കൊള്ളരുതാത്തവളാണെങ്കിലും ഇന്നലെ രാത്രി നിനക്ക് ആഹാരം തന്നത് എന്റെ അമ്മയാ. മേലാൽ എന്റെ അമ്മയോട് എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞ പിന്നെ നീ ജീവിച്ചിരിക്കില്ല. ഇത് മീനാക്ഷിയാ പറയുന്നേ. അപ്പോഴത്തെ ദേഷ്യത്തില് അറിയാതെ പറഞ്ഞു പോയതാ. മേലിൽ ആവർത്തിക്കില്ല. മാപ്പ്, മാപ്പ്. അവളുടെ ഒരു മാപ്പ്. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നീ ഇതിനകത്തെങ്ങാനും കയറി കെട്ടിത്തൂങ്ങി ചത്തേക്കരുത്. അഥവാ നിനക്ക് ചാവണമെങ്കിലേ ഒരു കത്തെഴുതി വെച്ചിട്ട് ദേ അപ്പുറത്തെ കാട്ടിലെങ്ങാനും കയറി തൂങ്ങി ചാവ്. ഇതിനകത്ത് നീ തൂങ്ങിയാലേ നിന്റെ ഗതികിട്ട പ്രേതം വെള്ള സാരി ഉടുത്ത് ഇതിനകത്ത് കറങ്ങി നടക്കും. പിന്നെ ഈ വീട് മൈഥിലി നിലയാവും, ഭാർഗവി നിലയം പോലെ. ഇവളെ പുകച്ച് പുറത്ത് ചാടിക്കണം. അതേയുള്ളൂ ഏകമാർഗം. എന്റെ ഈ നാശങ്ങൾക്കെല്ലാം കാരണക്കാരൻ അവൻ ഒറ്റൊരുത്തനാ, ആ വൈശാഖൻ. സ്വാർത്ഥനാ. അവന്റെ കാര്യം നടക്കണം, അതിനവൻ ആരെയും ചതിക്കും. അവൻ ഇത്ര ദുഷ്ടനാണെന്ന് ഞാൻ കരുതിയില്ല. ദൈവമേ, അവൻ തന്നെ ദ്രോഹി.
നിന്നെ ചെമ്പകമംഗലത്ത് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ലേ. നിന്റെ ആ ഭർത്താവിനോടത്ത് ജീവിക്കാമെന്ന് നീ സ്വപ്നം കാണുകയും വേണ്ട.